മുജൈറ. ആ, മുഹമ്മദ് അലിയുടെ മൂത്ത മകളാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 7th. ആ, അടുത്ത ആള് ജംഷീറ. എല്ലാം റാ ആണല്ലോ. മുഹമ്മദ് അലിയുടെ ആരാണ്? രണ്ടാമത്തെ മോള്. ആഹാ, ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 2nd standard. ആരാണ് ഈ 17ാം നമ്പർ പെട്ടി എടുക്കണമെന്ന് പറഞ്ഞത്? ഫാത്തിമ. ഓക്കെ, 17ാം നമ്പർ പെട്ടിയിൽ നല്ല പൈസ ഉണ്ടാവട്ടെ കേട്ടോ. നമുക്ക് പേര് മാറ്റി പല്ലുമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. സ്വർണ്ണ പല്ലിട്ടുകളെ കാസർഗോട്ട് സ്വർണ്ണ പല്ലുള്ള ഏക ആള് ഫാത്തിമ ആയിരിക്കണം. ഓക്കെ. മുഹമ്മദ് അലിക്ക് ഒരുപാട് എന്താ പറയുന്നത്, ഗൾഫ് യാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് ആ സംഭവം എന്ന് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അത് ദുബായിൽ ഞാൻ ഇലക്ട്രോണിക്സിലായിരുന്നു ജോലി ചെയ്തത്. സെയിൽസ്മാനായിട്ട്, ഇൻഡോർ സെയിൽസ്മാനായിട്ട് ഉണ്ടായതാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ പേരൽ സാധനം ഉണ്ടായിരുന്നു. പേരലായിട്ടുള്ള സാധനം, അതായത് കമ്പനി സാധനം തന്നെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ അറിയാതെ അവിടെ എത്തുന്ന സാധനം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ തന്നെ വന്നിട്ട് ഇവരറിയാതെ പാരലായിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഡിസ്ട്രിബ്യൂട്ടറിനെ വിൽക്കാൻ പാടില്ല. അപ്പൊ നമ്മളെ കടയിൽ അത് അറിയാതെ അവര് സാധനം വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ മുതലാളിന്റെ കെയർ ഓഫ് തന്നെ വന്നതാണ്. അത് വേറെ സ്ഥലത്തേക്ക് കയറ്റി അയക്കേണ്ടതാണ്. അത് എന്റെ നിന്ന് അബദ്ധത്തിൽ എന്താക്കുന്നത്, ആ സെയിൽ ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് പോയി ഞാൻ വിറ്റുപോയ അവസരത്തിൽ എന്താക്കുന്നത്, അത് പോയത് തന്നെ വേറൊരു കടയിലേക്കാ പോയത്. ആ കടക്കാര് കംപ്ലൈന്റ് ചെയ്ത് മുതലാളിക്ക് ആ കമ്പനിന്റെ ഒക്കെ ഷൗട്ടിങ് കിട്ടി. ആ ഷൗട്ടിങ് കിട്ടുന്നിട്ട് അതിന്റെ രീതിയിലാണ് എന്നെ അവരുടെ ജോലി പിടിച്ചുവിട്ടത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളിങ്ങനെ എന്റെ കാലിനൊരു ചെറിയ ഫ്രാക്ചർ വന്നിട്ടുണ്ടായി. അപ്പൊ കുറച്ചുനാൾ നാട്ടിൽ തന്നെ നിന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ നിന്ന്, അപ്പൊ എന്റെ സുഹൃത്തുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വീണ്ടും ഗൾഫിലേക്ക് പോകാനായിട്ടുള്ള ശ്രമം അല്ലല്ല, UK ഒരു വർക്ക് പെർമിറ്റ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടോ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഉണ്ട് UK ദുബായിൽ നിന്ന് പരിചയപ്പെട്ടാണ്. അപ്പൊ അയാളൊരു നമ്പർ വന്നു, കോൺടാക്ട് ചെയ്തു, ബോംബെയിലെ നമ്പറാണ്. അപ്പൊ അവരായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോവാ. ശരി, UK പോകാൻ ഉള്ള തയ്യാറെടുപ്പ് അതവിടെ നിൽക്കട്ടെ. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ UK തിരിച്ചു വരും. സെക്കൻഡ് റൗണ്ട്. ഇതിൽ 5 പെട്ടികളാണ് തിരഞ്ഞെടുക്കാനുള്ളത്. സിൽവറിൽ തന്നെ പിടിക്കുക, ബാങ്കറിനെ വരുതിയിൽ കൊണ്ടുവരിക. സ്റ്റാർട്ട്. നമ്പർ 10. ബോക്സ് നമ്പർ 10. പ്ലീസ് ഓപ്പൺ. $25 ലക്ഷം ഫസ്റ്റ് ബോക്സിൽ തന്നെ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സെക്കൻഡ് റൗണ്ടിൽ 25 ലക്ഷം രൂപ പോകുന്നത് ഒരു നല്ല കാര്യമല്ല. എങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ ആദ്യം 250 പോയത്. അതിന്റെ കൂടെ കുറെ പൂജ്യങ്ങളും കൂടെ ചേർന്ന് സെക്കൻഡ് റൗണ്ടിൽ 25 ലക്ഷമാക്കി പോയിരിക്കുകയാണ്. എന്തായാലും നല്ലതല്ല, എങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. നെക്സ്റ്റ് ബോക്സ്. നമ്പർ 24. ബോക്സ് നമ്പർ 24. പ്ലീസ് ഓപ്പൺ. വെറും 25 രൂപ. 25 രൂപ അല്ല, 25-ലാണല്ലോ. 280, 25 ലക്ഷം. അപ്പോൾ 25 രൂപ മാത്രമേ പോയുള്ളൂ. 25 ലക്ഷവും 25-ഉം രണ്ടും ഈ റൗണ്ടിന്റെ തുടക്കത്തിൽ പോയിരിക്കുകയാണ്. 2 ബോക്സ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ബോക്സ്. നമ്പർ 4. ബോക്സ് നമ്പർ 4. പ്ലീസ് ഓപ്പൺ. $5 ലക്ഷം രൂപ പോയിരിക്കുന്നു. ഈ റൗണ്ട് തുടക്കം മുതൽ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ 50 ലക്ഷം ഇപ്പോഴും ഉണ്ട്. നെക്സ്റ്റ് ബോക്സ്. നമ്പർ 14. ബോക്സ് നമ്പർ 14. തുറന്നോളൂ. $1,50,000 രൂപ
ഈ റൗണ്ട് ഗോൾഡിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. അത് മാറ്റേണ്ട സമയമായി, സിൽവറിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഈ റൗണ്ടിലെ അവസാനത്തെ ബോക്സ്, ലാസ്റ്റ് ബോക്സ്, നമ്പർ 26. നമ്പർ 26 ഗോൾഡ് ആയിരിക്കുമോ സിൽവർ ആയിരിക്കും? പറ. സിൽവർ. എല്ലാവരും സിൽവർ എന്നാണ് പറയുന്നത്. ബോക്സ് നമ്പർ 26 ഓപ്പൺ. ഫാമിലി ഒന്നടങ്കം ശക്തമായി പ്രാർത്ഥിച്ച് പറഞ്ഞതുകൊണ്ട് സിൽവറിൽ തന്നെ, അതും വെറും 3000 രൂപയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ പ്രസക്തി ഈ റൗണ്ടിലെ ലാസ്റ്റ് ബോക്സ് ആയിരുന്നു. അപ്പോൾ തന്നെ ഓഫറിന് ചില മാറ്റങ്ങൾ വരും, അതും കൂടെ ഗോൾഡ്